ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വേൾഡ് ഇൻ. ഇതൊരു ഹോങ്കോങ് മൂവിയാണ്, ചൈനീസ് പടമാണ്. സോയ് ചിയാങ് ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഇന്ന് ഈ ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ച് 1980കളിൽ ഹോങ്കോങ് നഗരത്തിൽ ഒരു അനധികൃത കുടിയേറ്റക്കാരനായിട്ട് എത്തിയ ലോക്ക് വേൾഡ് സിറ്റി എന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചേരിയിലെത്തുന്നു. അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവായ സൈക്ലോണിന്റെ അടുത്തേക്കാണ് അവൻ എത്തുന്നത്. തുടർന്ന് നടന്ന സംഭവങ്ങളാണ് ഈ പടം പറയുന്നത്. ഈ ലോക്ക് അങ്ങനെ ചുമ്മാ വന്നൊന്നുമല്ല, അവനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ പടം കണ്ടു തന്നെ നോക്കുക. ഇത് ഹോങ്കോങ്ങിലെ കോവ്ലൂൺ വല്ലാഡ് സിറ്റി എന്ന് പറയുന്ന ഒരു യഥാർത്ഥ സ്ഥലത്തെ സംഭവങ്ങളുമായിട്ട് ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണെന്നാണ് കേട്ടത്. എന്തായാലും പേഴ്സണലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരു ആക്ഷൻ പടമല്ല, ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമ കൂടിയാണിത്. ഇതിലെ നായകനായിട്ടുള്ള ലോക്ക് ആ സിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളും കൂടി അവിടേക്ക് ചെല്ലുകയാണ്. ഈ സിറ്റി എന്ന് വെച്ചാൽ മുംബൈയിലെ ഒക്കെയുള്ള ചില ചേരികളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സ്ഥലമാണ്. സോ പടം കഴിയുമ്പോൾ നമ്മളും ആ ചേരിയിലെ ഒരു അന്തേവാസിയായ പോലെ തോന്നും. സൈക്ലോൺ പറയുന്നത് പോലെ വേൾഡ് സിറ്റിയിലെ മനുഷ്യരാണ് അതിന്റെ കാരണം എന്ന് തന്നെ പറയാം. സൈക്ലോണ്, ഷിന്ന്, AV, 12th മാസ്റ്റർ, പിന്നെ ലോക്ക്, എല്ലാവരും നമ്മുടെ സ്വന്തക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് സ്ക്രിപ്റ്റിന്റെ മാജിക് എന്ന് പറയാം. ലാസ്റ്റ് പടം തീർന്നാലും ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോൾ കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. പടം നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഉണ്ടാവും. പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ് ഈ പടത്തിന്റെ മറ്റൊരു മെയിൻ പോസിറ്റീവ്. ഇപ്പം ആക്ഷൻ പടത്തിലെ വില്ലൻ സ്ട്രോങ് അല്ലെങ്കിൽ തീർന്നു എന്ന് തന്നെ പറയാം. ഇതില് അന്യായ വില്ലനാണ് കേട്ടോ. നമുക്ക് അവനെ അങ്ങ് അടിച്ചു കൊല്ലാൻ തോന്നുന്ന ആ ഒരു ഫീൽ ഉണ്ടായെങ്കിൽ വില്ലൻ ആവും. സോ ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല കിടു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫി എടുത്തു പറയണം. കിടു ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴുള്ള ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റണ്ട് പടത്തിന്റെ മെയിൻ പോസിറ്റീവ് തന്നെയാണ്. അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനും എടുത്ത് തന്നെ പറയണം. ഒപ്പം ക്യാമറയും പൊളിയാണ് കേട്ടോ. ലാസ്റ്റ് ടൈറ്റിൽ കാണിക്കുന്ന ആ ഭാഗത്തെ ക്യാമറയൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ CGI അത്യാവശ്യം കൊള്ളാമെന്നാണ് തോന്നിയത്. പടത്തിന്റെ ലെങ്ത് കുറച്ച് കൂടിയതുപോലെ എനിക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് പടത്തിന്റെ ക്ലൈമാക്സ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവിടെ ഒന്നും പടം തീരില്ല. ലാസ്റ്റ് ആ ഒരു തിരിച്ചടിയൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് തീർക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ ചില ആക്ഷൻ രംഗങ്ങളൊക്കെ കുറച്ച് കത്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ മിക്ക ആക്ഷൻ പടങ്ങളിലുള്ളതുപോലെ തന്നെയും ചില സമയത്ത് ഇത്രയും വെട്ടും കുത്തുമൊക്കെ ഉണ്ടായാലും നായകന്മാർ ചാകില്ല. അത് ഈ പടത്തിലും ആവർത്തിക്കുന്നുണ്ട്. എനിവേ ആകെ മൊത്തം ടോട്ടലിൽ എനിക്ക് വർക്കായിട്ടുള്ള ഒരു പടമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ ത്രില്ലർ പ്രേമികൾക്ക് പടം പിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇനി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വേണമെങ്കിൽ ഒരുക്കാവുന്ന ഒരു ഫ്രാഞ്ചൈസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ മുമ്പോട്ട് പോകാവുന്ന ഒരു ടൈപ്പ് പടമാണ് കേട്ടോ. പടം ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. യു നോ വാട്ട് ഐ മീൻ. ഇതിന്റെ മലയാളം സബ്ടൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. മൂവി മിറേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലുണ്ട്. അവിടെ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് പടത്തിന്റെ മലയാളം സബ്ടൈറ്റിൽ ലഭിക്കും. അപ്പോൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ശരി എന്നാൽ.